CPM-ന്റെ അതിശക്തനായ കണ്ണൂരിലെ നേതാവ് പി ജയരാജൻ കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് വലിയ വാർത്തയും ചർച്ചയുമൊക്കെയാണ് മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ. ജനം TV-യാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ആദ്യം പുറത്തുവിട്ടത് എന്ന് തോന്നുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം. ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യരുത് എന്നും ഇത് പുറത്തു പറയരുത് എന്നും പി ജയരാജൻ ആവശ്യപ്പെട്ടതായി ക്ഷേത്ര ഭാരവാഹികളിൽ ചിലർ പറഞ്ഞതായും അവരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തൊക്കെയായാലും പി ജയരാജൻ ഇതിനു മുൻപ് ഒരു അമ്പലത്തിൽ പോയതായി നമ്മളാരും കേട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോലും പോയതായുള്ള അറിവ് നമുക്കില്ല. പി ജയരാജൻ എന്തിന് ക്ഷേത്രത്തിൽ പോയി എന്നുള്ള ചോദ്യം ഉന്നയിക്കേണ്ട ആവശ്യവും നമുക്കില്ല. കാരണം ക്ഷേത്രമാണ്. വിശ്വാസികൾക്കായാലും അവിശ്വാസികൾക്കായാലും സ്വാഭാവികമായി ക്ഷേത്രങ്ങളിൽ ആരാധനാലയങ്ങളിൽ ഒക്കെ തന്നെ പോകാം, പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാതിരിക്കാം. ഈ വിളക്കിരിക്കുന്നതിന് അടുത്താണോ കണ്ണൻ ഇരിക്കുന്നത് എന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ചോദിക്കാം. അതുപോലെ കടകംപള്ളി സുരേന്ദ്രന് ക്ഷേത്രത്തിൽ പോകാം. കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യയ്ക്ക് കാടാമ്പുഴയിൽ പോയി പൂമൂടൽ വഴിപാട് നടത്താം. എന്തും ചെയ്യാം, അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷേ പാർട്ടി നയങ്ങളും പാർട്ടിയുടെ ആശയങ്ങളും പാർട്ടിയുടെ ചിന്താഗതികളും ഒക്കെ തന്നെ ക്ഷേത്രങ്ങളിൽ ആരും പോകരുത്, പക്ഷേ പള്ളിയിൽ പോകാം. അതുപോലെ മുസ്ലിം പള്ളിയിൽ പോയി നമസ്കരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റ്. പക്ഷേ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടൊന്നും നടത്തരുത് എന്ന ഒരു തിട്ടൂരം പാർട്ടിക്കുണ്ട് എന്ന് നമ്മൾ കേട്ടിരുന്നു. എന്തിന് ജയരാജൻ ശ്രീ കുരുമ്പ ദേവി ക്ഷേത്രത്തിൽ പോയി? പിണറായി വിജയൻ്റെ പേരിൽ ഇലക്ഷന് മുമ്പ് വഴിപാടുകൾ നടത്തിയ ക്ഷേത്രങ്ങളുടെ അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ നൽകിയിരുന്നു. പി ജയരാജൻ ഒഴിവാക്കപ്പെട്ട ഒരു സഖാവാണ്. അതായത് പി ജയരാജനെ ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്, അദ്ദേഹത്തെ തമസ്കരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനം നൽകി മുഖ്യമന്ത്രിക്ക് കീഴിൽ അദ്ദേഹത്തെ ഒതുക്കിയിട്ടിരിക്കുകയാണ്. പാർട്ടിയിൽ അദ്ദേഹം ഒരു പുകഞ്ഞ കൊള്ളിയാണ്. അപ്പം ഇത്തവണ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടായി. അതിലൊക്കെ പി ജയരാജൻ്റെ പങ്കുണ്ട് എന്ന് പറയുന്നു, നമുക്കറിയില്ല. എന്തൊക്കെയായാലും ശരി, പി ജയരാജൻ കൊടുങ്ങല്ലൂർ അമ്മയെ കണ്ട് പാർട്ടിക്ക് ഈ വിധം ഒരു തിരിച്ചടി ഉണ്ടായതിൽ നന്ദി രേഖപ്പെടുത്താൻ പോയതാണ് എന്ന് ചില ദോഷൈക ദൃക്കുകളും പറയുന്നുണ്ട്. പി ജയരാജൻ പറയുന്നത് അമ്പലത്തിൽ പോകുന്നത് തടയാനൊന്നും ആർക്കും പറ്റില്ല, അതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. അമ്പലത്തിൽ പോകുന്നത് നിഷേധിക്കാനോ അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറയാനോ പാർട്ടിക്കോ പാർട്ടി സംവിധാനങ്ങൾക്കോ പറ്റില്ല എന്നാണ് പി ജയരാജൻ ഇതിനോട് ചേർന്ന് പ്രതികരിച്ചത്. അപ്പം പി ജയരാജൻ ഒഴിവാക്കപ്പെട്ടവനാണ്. ഈ കെ ശൈലജയെ പോലെ തന്നെ പി ജയരാജനെയും ഒഴിവാക്കി തോൽക്കുന്ന മണ്ഡലത്തിലൊക്കെ നിർത്തി തോൽപ്പിച്ച് ഒരു പരുവമാക്കി വച്ചിരിക്കുകയാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ പി ജയരാജൻ പാർട്ടിക്ക് വിരുദ്ധനായി പ്രവർത്തിച്ചു. ഇനി വിരുദ്ധനായി പ്രവർത്തിച്ചെങ്കിൽ അതിൻ്റെ ഫലം കൃത്യമായി കിട്ടിയതുകൊണ്ട് നന്ദി പറയാൻ പോയതാണോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിലൂടെ പലരും ചോദിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല, ഇതിൽ മറ്റ് സാമൂഹ്യ നിരീക്ഷണം കാണേണ്ട കാര്യമില്ല. ക്ഷേത്രത്തിൽ പോകുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ അത് പി ജയരാജൻ ആയതുകൊണ്ടും പി ജയരാജൻ ക്ഷേത്രസങ്കല്പങ്ങളെയും അതുപോലെ തന്നെ ദേശീയതയും ഒക്കെ ശക്തമായി വിമർശിക്കുന്ന വ്യക്തിയായതുകൊണ്ടും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടി അപകടം സംഭവിച്ച വ്യക്തിയായതുകൊണ്ടും ഒക്കെ തന്നെ പി ജയരാജൻ ക്ഷേത്രത്തിൽ പോകുന്നത് ഒരു പ്രാധാന്യത്തോടെ ഇവിടുത്തെ ജനങ്ങൾ കണ്ടെങ്കിൽ അതിൽ നമുക്ക് തെറ്റ് പറയാൻ സാധിക്കില്ല. അദ്ദേഹം ഇനിയും ക്ഷേത്രങ്ങളിൽ പോകണം, എല്ലാ ക്ഷേത്രങ്ങളിലും പോകണം. കൊടുങ്ങല്ലൂർ മാത്രമല്ല, ഗുരുവായൂർ പോകണം, അതുപോലെ തന്നെ ശബരിമലയിൽ പോകണം, അതുപോലെ മറ്റ് മഹാക്ഷേത്രങ്ങളിലും ഒക്കെ തന്നെ അദ്ദേഹം പോകേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ക്ഷേത്രങ്ങളിലും ഒക്കെ തന്നെ മൃദംഗ ശൈലീശ്വരി ക്ഷേത്രത്തിലുമൊക്കെ തന്നെ പോകുന്നത് നന്നായിരിക്കും. അപ്പം പി ജയരാജൻ്റെ രാഷ്ട്രീയ ഭാവി എന്താകും ഇനി? ഇതിപ്പോൾ CPM വൃത്തങ്ങളിലെ ചർച്ചയാണ്. പി ജയരാജനെ CPM പുറത്താക്കിയിട്ടൊന്നുമില്ല. പക്ഷേ പുറത്താക്കിയ മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ചില പെരുമാറ്റങ്ങളും ചില രീതികളും നടപടികളും ഒക്കെ വരുന്നത്. അത് ശക്തമായ വിമർശനത്തിന് പാർട്ടിക്കുള്ളിൽ തന്നെ ഇടയായിട്ടുമുണ്ട്, ഇപ്പോഴും ഇടയാകുന്നുണ്ട്. അതുമല്ല, 2024 തെരഞ്ഞെടുപ്പിന് ശേഷം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടുത്തെ സർക്കാർ പ്രവർത്തികൾക്കെതിരെ, സർക്കാരിൻ്റെ നടപടികൾക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ ശക്തമായ ഒരുപാട് വാദങ്ങൾ വിവിധ കമ്മിറ്റികളിൽ ഉന്നയിച്ച വ്യക്തി കൂടിയാണ് പി ജയരാജൻ. മാത്രമല്ല, MV ജയരാജൻ്റെ റിസോർട്ട് പ്രശ്നം, അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യയുടെ പേരിലുള്ള റിസോർട്ടിൽ പങ്കാളിത്തമുള്ള ആ ഒരു വിഷയം പുറത്തു കൊണ്ടുവന്നതും ഒക്കെ തന്നെ പി ജയരാജനാണ്. അങ്ങനെ പരസ്പരം കലഹങ്ങൾ നടക്കുന്ന കണ്ണൂർ ജില്ലയിൽ CPM-ൽ ഇപ്പോൾ പി ജയരാജൻ്റെ ഈ ഒരു ക്ഷേത്ര സന്ദർശനം കൂടി ചർച്ചയാവുകയാണ്. ഇതാണ് ഇതിൻ്റെ രാഷ്ട്രീയ മുഖം. അല്ലാതെ അമ്പലത്തിൽ പോകുന്നതിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പവുമില്ല. ശങ്കരാടി പറയുന്നത് പോലെ താനിതെങ്ങനെ അറിഞ്ഞു? ഞാനും രഹസ്യമായി തൊഴാൻ പോകാറുണ്ട്. തൃച്ചമ്പുഴ അമ്പലത്തിൽ സാർ തലയിൽ മുണ്ടിട്ട് പോകുന്നത് ഞാൻ കണ്ടു എന്ന ശ്രീനിവാസൻ്റെ ഡയലോഗൊക്കെ വെച്ച് ധാരാളം ട്രോളുകളും ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പി ജയരാജന് ഏത് ക്ഷേത്രത്തിലും തൊഴാം, പോകാം, കുടുംബമായി പോകാം, ഒറ്റയ്ക്ക് പോകാം, എങ്ങനെയും പോകാം. പക്ഷേ പാർട്ടി സംവിധാനങ്ങളുടെ ഭാഗമായി നിൽക്കുമ്പോൾ അത് വേണമോ വേണ്ടയോ എന്നുള്ള കാര്യം അങ്ങയുടെ തീരുമാനമാണ് സഖാവ് പി ജയരാജൻ. അപ്പോൾ പി ജയരാജൻ്റെ ആ ഒരു നന്ദി പറച്ചിൽ
കൊടുങ്ങല്ലൂർ അമ്മയോടുള്ള നന്ദി പറച്ചിലിന് വേണ്ടിയാണ് പോയത്. കാരണം പാർട്ടി അങ്ങ് ഒതുങ്ങിപ്പോയല്ലോ, പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിൽ. അതിന് നന്ദി പറയാൻ പോയതാണ് എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്. നമ്മളങ്ങനെയൊന്നും പറയുന്നില്ല. ഇനി പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും ചിലപ്പോൾ പോയത്. ഇനി അടുത്ത തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ പാർട്ടിക്ക് വലിയ വിജയമുണ്ടാകാനുള്ള ഒരു പ്രാർത്ഥനയുമായിട്ടായിരിക്കും കൊടുങ്ങല്ലൂർ അമ്മയുടെ മുന്നിൽ പി ജയരാജൻ എന്ന സഖാവ് എത്തിയത് എന്ന നല്ല കാര്യം മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. പാർട്ടിക്ക് നന്നായി വരട്ടെ. കൊടുങ്ങല്ലൂർ അമ്മയുടെ അനുഗ്രഹം പി ജയരാജനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും കുടുംബത്തിനുമൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുക കൂടി ചെയ്യുന്നു.